കഴിഞ്ഞ 7 വർഷത്തെ പ്രേക്ഷക പ്രീതി സമ്പാദിച്ചു മൗനരാഗം പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന്. അതിൻ്റെ സങ്കടത്തിൽ തന്നെയാണ് എല്ലാ താരങ്ങളും ആരാധകരും. എന്നാൽ അവരോടൊപ്പം തന്നെ സങ്കടത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഐശ്വര്യ റംസായി എന്ന നായിക നടിയാണ്. അന്യഭാഷാ നടിയാണെങ്കിലും മൗനരാഗത്തിലെ കല്യാണി എന്ന് പറഞ്ഞാൽ ഏത് പ്രേക്ഷകർക്കും അറിയാം. എല്ലാ പ്രേക്ഷകരുടെയും പ്രീതിയും സ്നേഹവും പിടിച്ചുപറ്റിയ ഒരു താരം തന്നെയാണ് ഞാൻ. ഒരു മലയാളി അല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വികാരഭരിതയായി ഐശ്വര്യ റംസായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഞങ്ങളുടെ മൗനരാഗത്തിലെ അവസാന എപ്പിസോഡും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും പിരിയുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും നാളും നിങ്ങളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സായതുപോലെ തോന്നുന്ന ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. 2019 തൊട്ട് ഈ ഒരു കാലയളവ് വരെ ഈ സീരിയലിനോടൊപ്പം ഞാൻ സഞ്ചരിച്ചത് എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മറ്റൊരു ഭാഷയിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം തരണം ചെയ്ത് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും അതുപോലെ ആഗ്രഹവും ഒക്കെയായിരുന്നു ഞാൻ ഈ ഒരു സീരിയലിൽ ഇങ്ങനെ തന്നെ നിൽക്കണമെന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിൽക്കാൻ സാധിച്ചതും. എനിക്ക് വേണ്ടി ഈ സീരിയലിലെ ഓരോരുത്തരും അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കെൻ്റെ ഭാഷയുടെ പ്രശ്നം ഒരിക്കൽ പോലും ഒരു വിഷമമായി തോന്നിപ്പിക്കാതെ, ഒരു അപഹർഷതാബോധം ഉണ്ടാക്കാതെ എല്ലാവരും എന്നോടൊപ്പം തന്നെ നിന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എന്നോടൊപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹം തോന്നുന്നത് എന്നാണ് കല്യാണി പറയുന്നത്. ഞാൻ ഈ ജീവിതത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരോടും വെറുതെ പറഞ്ഞാൽ മതിയാവില്ല. കാരണം ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം നിന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നത് പോലും എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ചൊക്കെ ഞാൻ മലയാളം കേട്ടാൽ തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എൻ്റെ മലയാളം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും അതൊരു സന്തോഷ വാർത്ത എന്ന് തന്നെയാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. മൗനരാഗം സീരിയൽ അവസാനിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമാണ്. എന്നാൽ ഇത്രയും വർഷം അത് നന്നായി മുൻപോട്ട് പോയി. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇനി പുതിയ സീരിയലുകൾക്കുള്ള അവസരങ്ങൾ തന്നെയാണുള്ളത്. പലരും ഈ സീരിയലിന് വേണ്ടി ചോരയും നീരും ചിലവാക്കി. അതൊക്കെ തന്നെയും എല്ലാവർക്കും വേണ്ടി തിരികെ കിട്ടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത്ര ആത്മാർത്ഥതയോടെയാണ് ഓരോരുത്തരും ഇതിൽ നിന്നതുകൊണ്ട് അവർക്കതിൻ്റെ ഫലം ലഭിച്ചു. ഇത്രയധികം പ്രേക്ഷക സ്വീകാര്യത നേടിയ മറ്റൊരു സീരിയൽ ഈ ഇടയ്ക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. റേറ്റിംഗിൽ തന്നെ എപ്പോഴും ഒന്നാമത് നിൽക്കുന്ന സീരിയലായിരുന്നു മൗനരാഗം പരമ്പര. അത് ഇത്രയും വർഷം മുൻപോട്ട് പോകാനുള്ള കാരണവും ആ പ്രേക്ഷക പ്രീതി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കും. ഇങ്ങനെയാണ് കല്യാണിയുടെ വാക്കുകൾ. ഇപ്പോഴിതാ മൗനരാഗം പരമ്പര ഇന്ന് അവസാനിക്കുമ്പോൾ മൗനരാഗം പരമ്പരയുടെ സീസൺ 2 വരുന്നു എന്നൊരു പ്രമോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 1700 എപ്പിസോഡുകളോടെ സീസൺ 1 അവസാനിക്കുമ്പോൾ ഇനി കാത്തിരിക്കാൻ പോകുന്നത്